സ്വർണ്ണക്കൊള്ളക്കേസ് പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും സോണിയാഗാന്ധിയും ഒന്നിച്ചുള്ള ചിത്രം ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷത്തിന് നേരെ നിരവധി ചോദ്യങ്ങളാണ് ഇന്ന് മുഖ്യമന്ത്രി ഉന്നയിച്ചത്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ പ്രധാന പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ആദ്യം കയറ്റിയത് കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധിയുടെ വീട്ടിലാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വിവാദത്തിൽ കോൺഗ്രസ് നേതാവും എംപിയുമായ അടൂർ പ്രകാശിന്റെ പേര് വന്നത് എങ്ങനെയാണെന്നും മുഖ്യമന്ത്രി ചോദിച്ചു. വൈബ് ഫോർ വെൽനസ് ജനകീയ ക്യാമ്പയിന്റെ സംസ്ഥാനതല ഉദ്ഘാടനത്തിന്റെ ഭാഗമായുള്ള പരിപാടിയിൽ നൃത്തച്ചുവടുകളുമായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. നൃത്തം ചെയ്യുന്ന വീഡിയോ മന്ത്രി തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ പോസ്റ്റ് ചെയ്തതോടെ വൈറലായി. നിരവധി പേരാണ് മന്ത്രിക്ക് അഭിനന്ദനങ്ങളുമായി എത്തിയത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കോലം തോട്ടിലൊഴുക്കി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം. ഇടത് ഭരണം നാടിനെ ദുരിതത്തിലാക്കിയെന്ന മുദ്രാവാക്യം മുഴക്കിയാണ് തൃശൂർ മുണ്ടത്തിക്കോട് മണ്ഡലം കമ്മിറ്റി പ്രതിഷേധം സംഘടിപ്പിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കോലം ചെങ്ങാടത്തിൽ കെട്ടിവെച്ചാണ് തോട്ടിലൊഴുക്കിയത്. സംസ്ഥാനത്തെ മുൻഗണനേതര വിഭാഗത്തിലെ വെള്ള നീല റേഷൻ കാർഡുകാർക്ക് ജനുവരി മാസത്തെ റേഷനൊപ്പം അധികം അരി ലഭിക്കില്ല. വെള്ളക്കാർഡിന് കഴിഞ്ഞ മാസം അധിക വിഹിതം കൂടി ചേർത്ത് 10 കിലോ അരി ലഭിച്ചിരുന്നു. എന്നാൽ ഈ മാസം 2 കിലോ അരി മാത്രമാകും ലഭിക്കുക. നീലക്കാർഡിലെ ഓരോ അംഗത്തിനും 2 കിലോഗ്രാം വീതം അരി ജനുവരി മാസത്തിൽ ലഭിക്കും. കഴിഞ്ഞ മാസം റേഷനു പുറമെ അധിക വിഹിതമായി 5 കിലോ അരി കൂടി ലഭിച്ചിരുന്നു. അതേസമയം വെള്ള നീല കാർഡുകാർക്ക് റേഷൻ വീതത്തിൽ ആട്ട ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷിക്കുന്ന SIT സംഘത്തിനെതിരെ ആരോപണം ഉന്നയിച്ച പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ മന്ത്രി MB രാജേഷ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ SIT അന്വേഷണത്തിൽ വിശ്വാസമുണ്ടെന്ന് പറഞ്ഞ VD സതീശൻ ഇപ്പോൾ മലക്കം പറഞ്ഞെന്ന് മന്ത്രി MB രാജേഷ്. UDF കൺവീനറെ ചോദ്യം ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ SITയിൽ വിശ്വാസം നഷ്ടപ്പെട്ടോ എന്നും MB രാജേഷ് ചോദിച്ചു. രാജ്യത്ത് LPG വാണിജ്യ സിലിണ്ടറുകളുടെ വില വർദ്ധിപ്പിച്ചു. 19 കിലോ വാണിജ്യ LPG സിലിണ്ടറുകളുടെ വില 111 രൂപയാണ് വർദ്ധിപ്പിച്ചത്. ജനുവരി 1 മുതൽ വില വർധന പ്രാബല്യത്തിൽ വന്നു. എന്നാൽ 14 കിലോ ഗാർഹിക LPG ഗ്യാസ് സിലിണ്ടറുകളുടെ വിലയിൽ മാറ്റമില്ല. ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസിന് വിധേയരായ 2 രോഗികൾ മരിച്ചു. ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസ് ചെയ്തവരാണ് മരിച്ചത്. കായംകുളം പുതുക്കാട് സ്വദേശി മജീദ്, ഹരിപ്പാട് സ്വദേശി രാമചന്ദ്രൻ എന്നിവരാണ് മരിച്ചത്. ഡയാലിസിസിനിടെ വിറയലും ഛർദിയും ഉണ്ടായ 2 പേർ ചികിത്സയിൽ തുടരുകയാണ്. PM ശ്രീയിൽ ഒപ്പിട്ടതിൽ സർക്കാരിന് തെറ്റുപറ്റിയെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. തെറ്റുപറ്റിയതുകൊണ്ടാണ് പാർട്ടിയും മുന്നണിയും ഇടപെട്ട് തിരുത്തിയതെന്നും മറ്റു പല വിഷയങ്ങൾക്കൊപ്പം PM ശ്രീ വിവാദവും തോൽവിക്ക് കാരണമായിരിക്കാം. ജനങ്ങളുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തി മുന്നോട്ടു പോകും. തുടർ ഭരണത്തിൽ ആശാവഹമായ പ്രതീക്ഷയുണ്ട്. LDFന് 60 സീറ്റുകൾ ജയിക്കാനാകുമെന്ന സാഹചര്യം ഇപ്പോഴുണ്ട്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ UDFനേക്കാൾ 17 ലക്ഷം വോട്ടുകൾ LDFന് അധികമുണ്ടെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. സേവ് ബോക്സ് ബിഡിംഗ് ആപ്പ് നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട നടൻ ജയസൂര്യക്കെതിരെ കൂടുതൽ കണ്ടെത്തലുകൾ. നടൻ ജയസൂര്യയ്ക്ക് 1 കോടിയോളം രൂപ കിട്ടിയെന്നാണ് ED കണ്ടെത്തൽ. ജയസൂര്യയുടെയും ഭാര്യയുടെയും അക്കൗണ്ടിലാണ് പണം എത്തിയത്. തട്ടിപ്പിലെ പ്രധാന പ്രതി സാദിഖ് റഹ്മാന്റെ കമ്പനികളിൽ നിന്നാണ് പണം എത്തിയത്. ബ്രാൻഡ് അംബാസിഡർക്കുള്ള പ്രതിഫലമാണെന്നാണ് ജയസൂര്യയുടെ പ്രാഥമിക മൊഴി. കോഴിക്കോട് താമരശ്ശേരിക്ക് സമീപം ഏലോക്കരയിലുള്ള പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണ പ്ലാന്റിനാണ് തീപിടിച്ചത്. അർദ്ധരാത്രിക്ക് ശേഷമാണ് തീപിടുത്തമുണ്ടായത്. മുക്കം, നരിക്കുനി, കോഴിക്കോട് എന്നിവിടങ്ങളിൽ നിന്നും ഫയർഫോഴ്സ് എത്തി ഇന്ന് പുലർച്ചെ 3:30 തീയണച്ചത്.